ത്രിയേക ദൈവത്തിൻ്റെ ദിനത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീബ പെരുന്നാളിന് ശേഷം 4-ാമത്തെ ഞായറാഴ്ച വിശുദ്ധ വേദഭാഗം ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സ്വത്ത് ഭാഗം ചെയ്യുവാനായിട്ട് ക്രിസ്തുവിനെ സമീപിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഭാഗം ആരംഭിക്കുന്നത്. ക്രിസ്തു അതിന് മറുപടിയായിട്ട് ലോകത്തിലെ സ്വത്ത് തർക്കം പരിഹരിക്കാനോ വീതം വെച്ചു കൊടുക്കാനായിട്ടോ ഒന്നുമല്ല താൻ ഈ ലോകത്തിലേക്ക് വന്നത്, മറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വഴി പറഞ്ഞു കൊടുക്കുവാനായിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഉപമ കൂടി കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. സമ്പന്നനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ധാരാളം ആദായം ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കളപ്പുരകളെല്ലാം വർദ്ധിപ്പിച്ചിട്ട് അതിലേക്ക് എല്ലാ സമ്പാദ്യങ്ങളും കൂട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ സ്വയമായിട്ട് പറയുകയാണ്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുകയാണ്. ക്രിസ്തു അതിന് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. മൂഢ, ഇന്ന് ദൈവം നിന്റെ ജീവനെ ചോദിച്ചാൽ ഈ നിനക്കുണ്ടാക്കിയതൊക്കെ ആർക്കായിട്ടാവും? ലോക ധനത്തിന്റെ നൈമിഷികതയെ വ്യക്തമാക്കിക്കൊണ്ടാണ് ക്രിസ്തു ഈ ഭാഗം പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായമായിരുന്നല്ലോ. അവിടെ അന്യായക്കാരനായ ഒരു കാര്യസ്ഥന്റെ ഉപമയാണ് നമ്മൾ വായിക്കുന്നത്. വീണ്ടും ഒരു 2 ഞായറാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വായിച്ചു കേൾക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു പ്രമാണിയായ മനുഷ്യനോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാം, ക്രിസ്തു ധനവാന്മാർക്ക് എതിരാണോ? പക്ഷേ വേദപുസ്തകത്തിൽ ആദ്യോടൊന്നൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായിട്ട് കൂടിയാണ് സ്വത്ത്, സമ്പത്ത് എന്നുള്ളതൊക്കെയാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് വലിയ സമ്പത്ത് കൂടി നൽകിക്കൊണ്ടാണ്. ഇസഹാക്കിനും യാക്കോബിനും ഒക്കെ ധാരാളം സമ്പത്ത് കൊടുക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ദാവീദിന്റെയും ശലോമോന്റെയും ഒക്കെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള സമ്പത്ത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിലും അരിമത്തക്കാരനായ യോസേപ്പ്, നീക്കോദിമോസ്, ഇവരൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരായിട്ടാണ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ലഭിച്ചത് ദൈവാനുഗ്രഹം ആണ് എന്നുള്ള ബോധ്യം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ലഭിച്ചിരിക്കുന്ന സമ്പത്ത് ഒരു കാര്യസ്ഥനായിട്ട് യജമാനന്റെ ഇഷ്ടമനുസരിച്ച് ചിലവഴിക്കാനാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവാത്ത ധനവാൻ ആരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി മാത്രം നിക്ഷേപിക്കുന്നവന്റെ കാര്യമാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാകാത്ത വിധം ധനവാൻ ആരാണെന്ന് പിതാക്കന്മാർ ഒരു ചെക്ക് ലിസ്റ്റിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമത്, എന്ത് ലഭിച്ചാലും തൃപ്തിയില്ലാതെ ആർത്തിയോടെ ഏത് മാർഗവും സ്വീകരിച്ചും ധനം സമ്പാദിക്കുന്നവനാണോ നീ? എങ്കിൽ ദൈവ വിഷയമായിട്ട് സമ്പന്നനല്ല നീ എന്നുള്ളത്. രണ്ടാമത്, എനിക്കുള്ളതെല്ലാം എന്റെ കഴിവുകൊണ്ട് നേടിയതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവ വിഷയമായിട്ട് സമ്പന്നനല്ല. മൂന്നാമത്, പിശുക്കനായിട്ടോ അല്ലെങ്കിൽ അത്യാഡംബരപൂർവമാണോ നീ ജീവിക്കുന്നത്? എങ്കിൽ ദൈവ വിഷയമായിട്ട് സമ്പന്നനല്ല നീ. നാലാമത്, ദശാംശം ദൈവത്തിന് കൊടുക്കുവാനായിട്ട് മനസ്സില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവ വിഷയമായിട്ട് സമ്പന്നനാകാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാകാത്ത വിധം ധനവാനാണ് നീ എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ഈ ചെക്ക് ലിസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവ വിഷയമായിട്ട് സമ്പന്നനാണോ നീ? അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുന്നതൊക്കെ വേണം. ഇന്നത്തെ വിശുദ്ധ വേദഭാഗം ഇടവരുത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.